2001 ജൂലൈ 19 കാനഡ ജ്ഞാനദളം 315. വിശ്രമം എന്ന മഹനീയമായ സുഖം. വിശ്രമത്തിലും പ്രവൃത്തിയിലും സുഖം അടങ്ങിയിട്ടുണ്ട്. പ്രവൃത്തിയിലെ സുഖം നൈമിഷികമാണ്. അത് ക്ഷീണമുണ്ടാക്കുകയും ചെയ്യുന്നു. അതേസമയം വിശ്രമത്തിലെ സുഖം ദീർഘകാലം നിലനിൽക്കുകയും ഊർജം തരുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിശ്രമത്തിൽ, സമാധിയിൽ സുഖത്തിന്റെ രുചി അറിഞ്ഞ ആൾക്ക് പ്രവൃത്തിയിലെ സുഖം നിസ്സാരമാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിശ്രമമുണ്ടാകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പ്രവൃത്തി ഘടനയുടെ ഒരു ഭാഗമാണ്. എന്നാൽ ശരിയായ സുഖം സമാധിയിലാണ്. അഗാധമായ വിശ്രമം വേണമെങ്കിൽ പ്രവർത്തിക്കണം. രണ്ടിന്റെയും ശരിയായ സന്തുലനം അത്യാവശ്യമാണ്. വാസ്തവത്തിൽ ജ്ഞാനത്തിൽ മാത്രമേ അഗാധമായ വിശ്രമം സംഭവിക്കുകയുള്ളൂ. ജയ് ഗുരുദേവ്.